ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഗാഡ്ജറ്റ് റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. അത്ര കോമൺ അല്ലാത്ത ഒരു ഗാഡ്ജറ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരുന്നു. അപ്പോൾ കുറച്ച് സംശയങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ റിവ്യൂവിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും റിക്വസ്റ്റും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബേസിക് വീഡിയോ റിവ്യൂ നടത്തുന്നത്. പ്രൈമറിലി ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ഒന്നുമല്ല. എങ്കിൽ പോലും ആമസോൺ എക്കോ എന്ന സീരീസിലുള്ള ഉപകരണങ്ങൾ കുറച്ച് കാലമായിട്ട് എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആമസോണിന്റെ ഒരു ടെക്നോളജി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ആദ്യമായിട്ട് എക്കോ എന്ന ഒരു സ്മാർട്ട് ഹോം മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് കേട്ടത്. നല്ലൊരു ആശയം തോന്നിയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് അത്ര പെട്ടെന്ന് ഇത് പ്രചാരത്തിലാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു. ഒരു ടോട്ടൽ സ്മാർട്ട് ഹോം മാനേജ്മെന്റ് അല്ലെങ്കിൽ വോയിസ് എനേബിൾഡ് ആയ ഉപകരണങ്ങളുടെ മാനേജ്മെന്റ് അടക്കമുള്ള ആശയങ്ങൾ. അതിന്റെ ഉപകരണങ്ങളുടെ ഫാൻസിയേക്കാൾ തുടക്കത്തിൽ തന്നെ ആകർഷിച്ചത് ആമസോൺ വെബ് സർവീസുമായി ബന്ധപ്പെട്ട് അതിലുള്ള പ്രസക്തിയും ആമസോൺ ലാംഡ എന്ന ആശയവും ആസ്ക് അഥവാ അലക്സ സ്കിൽ കിറ്റ് എന്നറിയപ്പെടുന്ന ടെക്നോളജിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പൊ എന്തായാലും അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫൈനൽ ഉൽപ്പന്നമായിട്ട് ആമസോൺ എക്കോ അധികം താമസിയാതെ വിപണിയിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ആമസോൺ എക്കോ US മാർക്കറ്റിൽ മാത്രം അവൈലബിൾ ആയ ഒരു ഉപകരണമായിരുന്നു. $170 വിലയുള്ള ഒരു ടെക്നിക്കൽ മാർവൽ എന്ന് തന്നെ പറയാവുന്ന എക്യുപ്മെന്റ് ആയിരുന്നു. അത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയ തലത്തിലേക്ക് കുറച്ച് ടെക്നോളജി ലെവൽ കോംപ്രമൈസുകളൊക്കെ ചെയ്തുകൊണ്ട് സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ ഒഴിവാക്കി വലിപ്പം കുറച്ചിറക്കിയ ഉപകരണമാണ് ബേസിക്കലി ആമസോൺ ഡോട്ട് എന്ന പേരിൽ, എക്കോ ഡോട്ട് എന്ന പേരിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചെറിയ ബോക്സ്. ഇത് US മാർക്കറ്റിൽ $50 അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇത് ഈ ഉൽപ്പന്നം ഹിറ്റ് ചെയ്തിട്ടില്ല. ഈ ഉപകരണവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സർവീസുകളും ഒന്നും ഇന്ത്യൻ വിപണിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നമ്മള് 2017 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ്. ആമസോൺ എക്കോ ഡോട്ട് വളരെ സിമ്പിൾ ആയ ഒരു പാക്കേജിംഗിലാണ് വരുന്നത്. ലെറ്റ് മീ അൺബോക്സ് ഇറ്റ്. അൺബോക്സിംഗ് വീഡിയോ ഒന്നുമല്ല. ഈ ഉപകരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. എങ്കിലും അതിന്റെ ഒരു പാക്കേജിന്റെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. ആമസോണിന്റെ മറ്റെല്ലാ ഉപകരണങ്ങളും പോലെ വളരെ സിമ്പിൾ ആയ ഒരു പാക്കേജിംഗിലാണ് ഇത് വന്നിരിക്കുന്നത്. സിമ്പിളും പൊതുവെ എക്കോ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു പാക്കേജിലാണ്. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള ആമസോൺ എക്കോ എന്ന ഉപകരണം. ഇത് കൂടാതെ ഒരു USB കേബിളും ഒരു USB അഡാപ്റ്ററും ഇതിന്റെ കൂടെയുണ്ട്. തുടക്കത്തിൽ ഞാൻ കരുതിയത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണെന്നാണ്. ഞാനത് ഓൺ ചെയ്യാനും കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പൂർണ്ണമായും ഈ പവർ ലെവലിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഉള്ളതായിട്ട് ഇതുവരെയുള്ള എന്റെ റിവ്യൂവിൽ തോന്നിയിട്ടില്ല. വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താം. ഒരു പ്ലസ് മൈനസ് വോളിയം ബട്ടണും ഒരു മെയ്ക്ക് ബട്ടണുകൾക്ക് ഉൾപ്പെടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഉപകരണം മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇപ്പോഴൊക്കെ മാർക്കറ്റിൽ വിപണിയിൽ അവൈലബിൾ ആയ ഒരു എക്സ്റ്റേണൽ സ്പീക്കറുമായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ഉപകരണമാണ്. ഉപകരണത്തിന്റെ വലിപ്പക്കുറവോ വിലക്കുറവോ കാര്യമാക്കണ്ട. ഒരു ടെക്നോളജി ലെവലിൽ വളരെ വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ഈ വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഉപകരണം. ഇതിന്റെ കോൺഫിഗറേഷനും റിലേറ്റീവ്ലി എളുപ്പമാണ്. ഇപ്പോൾ USB അഡാപ്റ്ററിൽ ആക്ച്വലി ആമസോൺ പറയുന്നത് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് എവിടെ കൂടിയാൽ അഡാപ്റ്ററിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിർബന്ധമില്ല. നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് കണക്ടർ യോജിച്ചല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ മൊബൈൽ ഫോൺ ചാർജർ യൂണിറ്റുകളും ഇതേ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. എന്തായാലും USB കേബിൾ അല്പം നീളമുള്ളതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെറ്റ് മീ പ്ലഗ് ടു എ പവർ ഔട്ട്ലെറ്റ് ഹിയർ. ആൻഡ് ഈ ഡിവൈസ് കണക്ട് ചെയ്യാൻ പവർ ഓൺ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സ്പീക്കർ ഉണ്ട് ഇവിടെ. അപ്പൊ അത് കൂടാതെ തന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ഈ ഡിവൈസിനുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു ഹൈ പ്രൊഫൈൽ സ്പീക്കർ ഉണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ലെവലിലും കണക്ട് ചെയ്യും. ഈ ഉപകരണം അടിസ്ഥാനപരമായി ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടോ ഡിജിറ്റൽ അസിസ്റ്റന്റ് ആയിട്ടോ ഹോം മാനേജ്മെന്റ് സിസ്റ്റമായിട്ടോ നമുക്ക് പരിഗണിക്കാം. വളരെ ലളിതമായ ഓപ്പറേഷനാണിത്. തുടക്കത്തിൽ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയി എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നത്. ഇതിനകത്ത് മറ്റ് ഡിവൈസുകളോ കണക്ടിവിറ്റി ഉപകരണങ്ങളോ ഒന്നുമില്ല. പവർ മാത്രമാണ് USBയിൽ പ്ലഗ് ചെയ്യുന്നത്. അല്പസമയത്തെ ഒരു ഇന്റർനെറ്റ് സെർച്ചിങ്ങിന് ശേഷം കണ്ടുപിടിച്ചു ഒരു ബേസിക് ആപ്പ്, അലക്സ ആപ്പ് എന്നറിയപ്പെടുന്ന ഒരു ആമസോണിന്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആദ്യം ഫേസ് ചെയ്ത പ്രശ്നങ്ങളിലൊന്ന് ആൻഡ്രോയിഡ് ലെവലിലോ ഐഫോൺ ലെവലിലോ ഒരു ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ഈ ആപ്പ് ലഭ്യമല്ലായിരുന്നു എന്നതാണ്. അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് US മാർക്കറ്റ് ഉപകരണമാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് നമുക്ക് ഇതിന്റെ ആപ്പ് ഇതുവരെ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ I side loaded that app to my mobile. അതിന്റെ APK സ്റ്റോറുകളിൽ നിന്ന് APK ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സൈഡ് ലോഡ് ചെയ്യാണ് ചെയ്തത്. വൺസ് ആപ്പ് കോൺഫിഗർ കഴിഞ്ഞാൽ ആപ്പിന്റെ ഒരു പ്രൊസീജിയർ ലെവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ അലക്സ ആപ്പ് കോൺഫിഗർ കഴിഞ്ഞാൽ അലക്സ ആപ്പിൽ തന്നെ
ഡയറക്റ്റ് ആയിട്ട് ഈ ഉപകരണത്തിനകത്ത് ഒരു ബിൽഡ് ഇൻ വൈഫൈ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബിൽഡ് ഇൻ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലേക്കുള്ള കോൺഫിഗറേഷൻ ഓപ്ഷൻ ഈ അലക്സ ചോദിക്കും. 2-3 സിമ്പിൾ ക്ലിക്കുകൾക്കുള്ളിൽ അലക്സ ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആവും. വൺസ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പിന്റെ ആവശ്യമില്ല. പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള റീകോൺഫിഗറേഷൻ വർക്കുകൾക്ക് മാത്രമാണ് അലക്സ ആപ്പ് വേണ്ടി വരിക. അലക്സ ഡിവൈസിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വളരെ രസകരമായ രീതിയിൽ ഒരു കളർ പാറ്റേൺ ഇങ്ങനെ സർക്കിൾ ചെയ്ത് തുടങ്ങും. ഈ സർക്കിൾ ചെയ്യുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് കാണാമെങ്കിൽ, ഈ സർക്കിൾ ചെയ്യുന്നതിന്റെ അർത്ഥം ഇത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്. പ്രീവിയസ്ലി ഇന്റർനെറ്റ് കോൺഫിഗർഡ് ആയ ഒരു എൻവയറമെന്റ് വേണം ഇതിന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒരു ഫെസിലിറ്റി എന്റെ മൊബൈലിലെ ഹോട്ട്സ്പോട്ടിൽ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് ഹോട്ട്സ്പോട്ട് ലെവലിലോ അല്ലാതെയോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അലക്സ ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഗർഡ് ആവും. നിങ്ങൾക്ക് മ്യൂസിക് ചെറുതായിട്ട് കേൾക്കാം. ഹലോ. ഓക്കെ, ഈ ഹലോയുടെ അർത്ഥം നിങ്ങളുടെ ഉപകരണം ആമസോൺ എക്കോ ഡോട്ട് എന്ന ഉപകരണം കോൺഫിഗർഡ് ആയി കഴിഞ്ഞു. ഇത് ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. ഏറ്റവും അടിസ്ഥാന വോയിസ് കമാൻഡുകൾ പലതും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതുപയോഗിച്ച് അലക്സയുടെ അടിസ്ഥാന കോൺഫിഗറേഷൻ നോക്കി തുടങ്ങാം. നിങ്ങളുടെ മറ്റ് സെറ്റിങ്ങുകൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ രാജ്യം അത് ഉപയോഗിക്കുന്ന മെട്രിക് യൂണിറ്റുകൾ അടക്കമുള്ള സെറ്റിംഗ്സ് അലക്സ ആപ്പിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായും വർക്ക് ചെയ്യൂ. അപ്പൊ ഞാൻ ഇപ്പോ അലക്സ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് കത്തിയത്. എപ്പോഴൊക്കെ ഈ വാക്ക് നമ്മൾ ഓക്കെ എപ്പോഴൊക്കെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെ ഈ ഉപകരണം ആക്ടിവേറ്റഡ് ആവും. നമ്മൾ തുടർന്ന് കൊടുക്കുന്ന ഇംഗ്ലീഷിൽ കൊടുക്കുന്ന കമാൻഡുകൾക്ക് അലക്സ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ സമയം എത്രയാണ് എന്ന് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് ഉപകരണത്തോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അലക്സ വാട്ട്സ് ദ ടൈം നൗ? The time is 3:48 p.m. ഫൈൻ. ഞാൻ ഇത് ഇന്ത്യൻ ടൈം സോണിന് വേണ്ടി ആപ്പിൽ കോൺഫിഗർ ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് 3:48 എന്നൊക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഡിഫോൾട്ട് ലെവലിൽ അമേരിക്കൻ ടൈം സോണിലായിരിക്കും നിൽക്കുക, അതനുസരിച്ചായിരിക്കും കാണിക്കുക. മറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഉപകരണത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ കീവേഡ് തന്നെ ഉപയോഗിക്കാം. അലക്സ, റീഡ് മീ സം ന്യൂസ്. Here's your flash briefing from headlines from BBC News. The government's insisting that safety tests on cladding on high-rise buildings prompted by the Grenfell Tower fire. നമുക്ക് ഈ ഉപകരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിർത്തണമെന്നുണ്ടെങ്കിൽ അലക്സ സ്റ്റോപ്പ്. The areas of England have already failed. Alexa, stop. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറഞ്ഞ വർഷം. ഇതാണ് ഈ ഉപകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന ലെവലിൽ കാണിക്കാവുന്ന ഡെമോൺസ്ട്രേഷൻ. ഇതിനപ്പുറത്തേക്ക് മറ്റ് ഡിവൈസുകളുമായി ബ്ലൂടൂത്ത് ലെവലിൽ പെയർ ചെയ്യുകയും മറ്റ് ടെക്നിക്കൽ ആസ്പെക്ടുകളും എല്ലാം, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ഈ ഉപകരണത്തിന് കമ്പാറ്റബിൾ ആയ സ്മാർട്ട് ഹോം ഡിവൈസുകൾ, ഉദാഹരണത്തിന് LED ലൈറ്റിങ്ങുകൾ, മറ്റ് എയർ കണ്ടീഷണർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഒരു വീടിനെ മാനേജ് ചെയ്യാനോ നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഒരു മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉൾപ്പെടെയുള്ള ലെവലിലൊക്കെ അലക്സ ഉപയോഗിക്കാം. എന്തായാലും എനിക്ക് മ്യൂസിക് സ്റ്റോറുകളുടെ കാര്യത്തിൽ അലക്സ പൂർണ്ണമായിട്ട് എന്നോട് സഹകരിക്കുന്നില്ല. ഇന്ത്യൻ ലെവലിലേക്ക് ഈ സർവീസുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് പ്രതീക്ഷിക്കാം. അലക്സ, പ്ലേ മീ എ മ്യൂസിക്. I can't find any music in your library. ഓക്കെ, താങ്ക് യു. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആമസോൺ എക്കോ ഡോട്ട് എന്ന ഉപകരണത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ടെക്നിക്കലി കൂടുതൽ ചർച്ചകളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.